ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഷോർട്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് മണി ഏണിങ്ങിൻ്റെ ഒരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അതും വളരെ ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. വെറും 15 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മണി ഏൺ ചെയ്യുക, ആ മണി ഏൺ ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂട്ടുക. അപ്പോൾ അതെല്ലാം ഇന്ന് തന്നെ ഞാൻ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ക്ലാസ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേര് വന്ന് കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് മണി ഏണിംഗ് ക്ലാസ് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നറിയണം. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് വെറുതെ ഇരുന്ന് ക്ലാസ് കേട്ടിട്ട് പോകും. ചിലരെ നെഗറ്റീവായിട്ട് പറയും. ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ബിലീവ് ഇല്ലാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നടന്നു എന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് വിട്ട് കളയുക. നമ്മൾ എത്രയോ വീഡിയോസ് കാണുകയാണ്, അപ്പോൾ അതുപോലെ ജസ്റ്റ് വിട്ട് കളയുക, ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഒത്തിരി ലെങ്തിൽ പോകുന്നില്ല, വളരെ സിമ്പിളായിട്ട് വീഡിയോ പറഞ്ഞിട്ട് നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനിപ്പോൾ രണ്ട് മെറ്റീരിയൽ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എത്ര രീതിയിൽ ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ടാണ്. വെറും 48 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസമായി, ഇനി നാളെയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വന്നിട്ട് എന്താണ്, നടന്നോ ഇല്ലയോ, എന്താണ് നിങ്ങളുടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ചിലർക്കാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നടക്കും, ചിലർക്ക് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും പറയാം. ഇനി 48 മണിക്കൂർ നിങ്ങൾ അതിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു മണിയായി കാണും. ഈ ഒരു വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് 1 മണിയായി ഈ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ താമസിച്ചിരിക്കുക 1:30 ആയി കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം, എപ്പോഴാണോ നിങ്ങൾ കാണുന്നത്, കണ്ട ശേഷമുള്ള ടൈം തൊട്ട് ഉള്ള ടൈം എടുക്കണം. 48 മണിക്കൂറിനുള്ളിലെന്നാണ് ഞാൻ പറയുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഹൈ വൈബ്രേഷൻ ആയിട്ടുള്ള ആൾ, നല്ല മെഡിറ്റേഷൻ ആയിട്ടുള്ള ആൾ, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡിൽ ലോ ഓഫ് അട്രാക്ഷൻ LOA വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഈ 2 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം. ഫസ്റ്റ് ഞാൻ മഞ്ഞ നിറമുള്ള ഒരു ഡക്കാണ് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞത്. ഒന്ന് ഡക്ക്, മഞ്ഞ നിറം. രണ്ടാമത്തത് ഡ്രം, അതും മഞ്ഞ നിറം. ഒന്ന് ഡക്കും ഒന്ന് മഞ്ഞ നിറമുള്ള ഡ്രമ്മുമാണ്. ഓക്കെ, ഞാനപ്പോൾ അത് പിക്ചർ ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് പിക്ചറിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചെവിയും എല്ലാം ആ ഒരു രീതിയിൽ ഇരിക്കുമല്ലോ, അത്രയും ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ മഞ്ഞ നിറമുള്ള ഡക്ക് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള ഡ്രം. ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഒന്ന് ഡക്ക്, നല്ല മഞ്ഞ നിറമുള്ള ഒരു ഡക്കിൻ്റെ ടോയ്. ഓക്കെ, നല്ല മഞ്ഞ നിറമുള്ള ഒരു ഡ്രമ്മിൻ്റെ ടോയ്. 2 ടോയ്സ് ആണ്. ഓക്കെ, ഈ 2 ടോയ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാൻ ഒന്നും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഏതെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ. ഒന്നെങ്കിൽ ഡ്രം അല്ലെങ്കിൽ ഡക്ക്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ഡ്രം ഒന്നെങ്കിൽ ഡക്ക്, നിങ്ങളുടെ മൈൻഡിൽ ഏതാണ് നിങ്ങളുടെ ആദ്യം വരുന്നത് അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ കൺഫ്യൂഷൻ ആവരുത്, ഞാൻ അതെടുക്കണോ ഇതെടുക്കണോ എന്ന് കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോൾ ഡക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രമ്മോ എടുത്തു. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പതുക്കെ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കേട്ടാൽ മതി, കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾ കേൾക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച ശേഷം നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ മൈൻഡിൽ കണ്ടത്. നിങ്ങൾ എന്താണ് മൈൻഡിൽ കണ്ടത്? ഞാൻ ഇപ്പോൾ ഡ്രം പറയുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് അതുണ്ട്. അതായത് ഏതാണ്, ഒന്നുകിൽ ഡക്കോ അല്ലെങ്കിൽ ഡ്രമ്മോ ഉണ്ട്. ഇനി നിങ്ങളൊന്ന് കണ്ണടയ്ക്കൂ. കണ്ണടച്ച ശേഷം ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഡ്രമ്മോ അല്ലെങ്കിൽ ഡക്കോ ഉണ്ട്. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ കൈകളിലുണ്ട്. ഓക്കെ, നിങ്ങളത് കയ്യിൽ ഇങ്ങനെ പതുക്കെ നോക്കി എല്ലാ വശത്തും ഇങ്ങനെ നോക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഡക്കാണെങ്കിൽ ഡക്കിൻ്റെയോ ഡ്രം ആണെങ്കിൽ ഡ്രമ്മിൻ്റെയോ പ്രത്യേകത നിങ്ങൾ നോക്കുന്നു. ആഹാ, നല്ല രസമുണ്ട്, നിങ്ങളിങ്ങനെ തൊട്ട് നോക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഡ്രം തൊടുമ്പോൾ ഉള്ളൊരു ഫീല് നിങ്ങൾ അറിയുന്നു. പതുക്കെ നിങ്ങൾ കണ്ണടച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പതിയെ ആ ഒരു ഡ്രമ്മിൻ്റെ ഫീല് അല്ലെങ്കിൽ ഡക്കിൻ്റെ ഫീല് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ പതിയെ
ആ ഒരു ഡക്കാണെങ്കിൽ ആ ഡക്കിൻ്റെ തലയിലൊന്ന് തലോടുന്നു, ഡ്രം ആണെങ്കിൽ ആ ഡ്രമ്മിൻ്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് തൊടുന്നു. തൊട്ട ശേഷം പതിയെ നിങ്ങൾ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് തട്ടുന്നു. അതായത് ആ ഒരു ഡ്രമ്മിനെ ആണെങ്കിൽ ഡ്രമ്മ്, അല്ലെങ്കിൽ ഡക്കിനെ ആണെങ്കിൽ ഡക്കിനെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യത്തില്ലേ, അതായത് ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുത് രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഡക്കാണെങ്കിൽ എന്ത് ചെയ്യും, കരയും. ഡ്രം ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് ഒരു സൗണ്ട് വരും. ആ സൗണ്ട് നിങ്ങളുടെ ചെവികളിൽ ഇങ്ങനെ കേൾക്കുന്നു. ആ ഒരു സൗണ്ട് നമുക്ക് എങ്ങനെയാണോ ഡ്രമ്മിൻ്റെ സൗണ്ട് അതുപോലെ നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരിക. ഡക്കിൻ്റെ സൗണ്ട് എങ്ങനെയാണോ ആ ഡക്കിൻ്റെ സൗണ്ട് അതുപോലെ നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ടോയ്, അപ്പോൾ ആ ടോയ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോയ് നിങ്ങൾ പതിയെ എടുക്കുന്നു, നിങ്ങളുടെ കണ്ണിൻ്റെ അടുത്ത് നേരെ കൊണ്ടുവെക്കുന്നു. നേരെ ഇങ്ങനെ കൊണ്ടുവച്ച ശേഷം കയ്യിൽ പിടിച്ച് നേരെ നോക്കുകയാണ്. നോക്കുമ്പോൾ അതിൻ്റെ നിറം, അപ്പം ഞാൻ മഞ്ഞ നിറമാണ് പറഞ്ഞത്, നല്ല തൂമഞ്ഞ, ആ ഒരു മഞ്ഞ നിറം ഉണ്ടല്ലോ, ആ ഒരു മഞ്ഞ നിറം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. ആ ഡക്കിൻ്റെ ആണെങ്കിൽ ഡക്കിൻ്റെത്, ഡ്രമ്മിൻ്റെ ആണെങ്കിൽ ഡ്രമ്മിൻ്റെ നിറം നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ പതുക്കെ കണ്ണിൽ നിന്ന് താഴെ മൂക്കിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. അടുപ്പിച്ച ശേഷം നിങ്ങൾ ആ ഒരു ഡ്രം ഓർ ഡക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് എന്താണ് മണപ്പിക്കുകയാണ്. മണപ്പിക്കുമ്പോഴത്തേക്ക് ഒരു ടോയിയുടെ മണം ഉണ്ടല്ലോ, ഇപ്പോൾ ഡക്കിൻ്റെ ആ ഒരു മണം എന്താണ്, ആ ടോയിയുടെ മണം എന്താണ്, ഡ്രമ്മിൻ്റെ ടോയിയുടെ മണം എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും ടോയിയുടെ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആ മണം എന്താണ്, ആ മണം നിങ്ങൾ നന്നായിട്ട് ശ്വസിക്കാൻ ശ്രമിക്കുക. അതായത് വിഷ്വലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു. നിങ്ങൾ ആദ്യം ആ ഒരു ഇതിനെ കയ്യിലെടുത്തപ്പോൾ നമുക്കുള്ളൊരു ഫീല്, അത് എത്ര വെയിറ്റ് ഉണ്ട്, ഡക്കാണെങ്കിൽ ഡക്കിൻ്റെ വെയിറ്റ് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. അടുത്തെന്ന് പറയുന്നത് വെയിറ്റ് അറിയുന്നു. നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ല വെയിറ്റ്, അത് നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യുന്നു, നല്ല വെയിറ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. വെയിറ്റ് ഉണ്ടെങ്കിൽ, വെയിറ്റ് ഇല്ലെങ്കിൽ നോർമൽ. ഇപ്പോൾ ഡ്രം ആണെങ്കിൽ ഡ്രമ്മിൻ്റെ വെയിറ്റ്, ഡ്രമ്മിൻ്റെ ആകൃതി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റായിട്ട് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്കുന്നു, ഒന്ന് ഫിനിഷ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, കൊള്ളാമെന്ന് നിങ്ങളുടെ മൈൻഡിലൊന്ന് ഉറപ്പിക്കുന്നു. അപ്പം നിങ്ങൾ നിറം കണ്ടു, അതിൻ്റെ ആകൃതി കണ്ടു, അതിൻ്റെ മണമുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്തു, മണപ്പിച്ച് നോക്കി. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ അടുപ്പിച്ച് നോക്കി. അതിൻ്റെ എന്താണ് മൊത്തത്തിലുള്ള ഏകദേശം ഒരു ഒബ്സർവേഷൻ നിങ്ങൾ നന്നായിട്ട് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ പതിയെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, ഇനി കണ്ണുകൾ തുറന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാനൊന്നെങ്കിൽ ഡക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഡ്രം പറഞ്ഞു, ഈ ഒരു കാര്യം ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ നാളത്തെ ദിവസമോ നിങ്ങൾ ടി വിയിലോ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ലാപ്ടോപ്പിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഈ ഒന്നെങ്കിൽ ടി വിയിൽ ഡക്കിനെ കാണുകയോ, ഈ നിറം ആവണമെന്നില്ല, ഒന്നെങ്കിൽ ഡക്കിനെ കാണുകയോ അല്ലെങ്കിൽ ടി വിയിൽ എപ്പോഴെങ്കിലും ഓടി മറിയുന്ന ഏതെങ്കിലും ഒരു ദൃശ്യങ്ങളിൽ ഡ്രം കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കായി, നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ ആയിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിൽ നല്ല വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത ശേഷം നമ്മൾ ഇനി എങ്ങനെയാണ് ആ ഒരു കാര്യത്തിനെ നമ്മൾ വിചാരിച്ച കാര്യത്തിലേക്ക് സാധിപ്പിക്കുന്നതെന്നാണ് അടുത്ത കാര്യം. സോ അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മഞ്ഞ ഡക്കോ, മഞ്ഞ എന്ന നിറം ഞാൻ പറയുന്നില്ല, അതായത് ടി വിയിലോ ഫോണിലോ എവിടെയെങ്കിലും, ടി വിയിലാണെങ്കിൽ ഫോണിലാണെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ നേരിട്ടാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ഐറ്റത്തിൽ ഏതെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഐറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസമോ നാളത്തെ ദിവസമോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ കണ്ടവർക്ക്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ വഴി ഇത് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഒന്നുകിൽ ഡക്കിനെയോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രമ്മോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ എളുപ്പമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. അതായത് എളുപ്പം നമുക്ക് നിങ്ങളെ വർക്കൗട്ട് ആക്കി കാണിക്കാൻ പറ്റും. മനസ്സിലായോ? ചിലർക്ക് ഇനിയിപ്പോൾ നിങ്ങളിത് കണ്ടില്ല, നിങ്ങൾക്ക് അന്നത്തെ ദിവസവും ഇന്നും നാളെ ഒന്നും നിങ്ങൾ ഈ ഒരു ഡക്കിനെയും കണ്ടില്ല, ഡ്രമ്മിനെയും കണ്ടില്ല, ഇനി ഒന്നെങ്കിൽ ഒരാൾ ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെടുത്ത് അങ്ങനെ പോയിരിക്കുമ്പോൾ ഡക്കിൻ്റെ ടോയ് കണ്ടെന്ന് വിചാരിക്കുക. ഈ ടോയ് കണ്ടാലും എന്താണ്, അത് ലോ ഓഫ് അട്രാക്ഷനിൽ വർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡക്കാണ്, ഓക്കെ, ഞാൻ ഡക്കാണ് മനസ്സിൽ വിചാരിച്ചത്, എന്നിട്ട് പക്ഷെ ഞാൻ കണ്ടത് ഡ്രം ആണെങ്കിൽ അത് നടക്കില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാണണം. റിപ്പീറ്റ് ചെയ്ത് ഈ ചെയ്ത കാര്യം ഒന്നും കൂടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ പറയുന്നത് ഇത്രയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്നുകിൽ ഡക്കോ ഡ്രമ്മോ ഇന്നത്തെ ദിവസം തൊട്ട് ഉള്ള 2 ദിവസം 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഡക്കോ ഡ്രമ്മോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുന്നതിൻ്റെ ഫസ്റ്റ് സൂചനയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വളരെ കെയർഫുള്ളായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലിരിക്കുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. പക്ഷേ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നല്ല നിശബ്ദതയുള്ള വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഏതെങ്കിലും ഒന്നെങ്കിൽ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ആ കോർണറിൽ ഇരുന്ന ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ഈ ഒരു കാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുക. ആലോചിച്ച ശേഷം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അത് മൈൻഡിൽ കൊണ്ടുവരിക, അതിൻ്റെ ആകൃതിയും
ഐഡിയയും കാര്യങ്ങളും കൊണ്ടുവന്ന ശേഷം മനസ്സിൽ നന്നായിട്ട് ആലോചിക്കുക. അത് കിട്ടിയെന്ന രീതിയിൽ അത് കയ്യിലുണ്ട്, അതിൻ്റെ ആകൃതി, മണം, അതിൻ്റെ എന്താണ് കരച്ചിൽ. ഇപ്പം ഡ്രമ്മിൻ്റെ ആണെങ്കിൽ ഡ്രമ്മിൻ്റെ സൗണ്ട്, ഡക്കിൻ്റെ ആണെങ്കിൽ ഡക്കിൻ്റെ സൗണ്ട്. അപ്പോൾ ഇതെല്ലാം മൈൻഡിൽ കൊണ്ടുവരിക. നിങ്ങൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്ന ആ കാര്യം നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസമോ കാണുകയാണെങ്കിൽ നിങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കായി, വൈബ്രേഷൻ ഉണ്ട്. ഇനി ആ വർക്ക് ആകാത്തവരാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ കുറവാണ്, വൈബ്രേഷൻ കൂട്ടണം. വൈബ്രേഷൻ കൂട്ടാനുള്ള ടെക്നിക്കുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈബ്രേഷൻ കൂട്ടണം, ഇന്ന് 2 ദിവസത്തിനുള്ളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഒന്ന് പറയാമോ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലൈഫിലെ കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ കിട്ടും. അതായത് ഞാൻ ഡക്കിൻ്റെ മഞ്ഞ നിറമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം മഞ്ഞ നിറം വളരെ നല്ലൊരു നിറമാണ്, നമ്മൾ മഞ്ഞ എന്ന് പറയുന്നൊരു നിറം. അപ്പോൾ ഈ ഒരു നമ്മളിത് കണ്ടിന്യൂസ് വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒന്നെങ്കിൽ ഡക്കോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മോ കാണുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നല്ല സക്സസ് നടക്കാൻ പോകുന്നു. ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. യൂണിവേഴ്സ് നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസിൽ പറഞ്ഞ കണക്ക് മണി ഏൺ ചെയ്യുന്നതിനൊക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെയൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കൂടിയവരാണ് ഈ ഒരു ഡക്കിനെയോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രമ്മോ കാണുന്നവർ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. മറക്കരുത്, ഒന്നെങ്കിൽ ഡക്ക് അല്ലെങ്കിൽ ഡ്രം. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കയ്യിൽ അത് വെച്ച് അത് കയ്യിൽ ഇരുന്നിട്ട് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിയുന്നു. അതിൻ്റെ മണം ആദ്യം കണ്ണിൽ നിന്ന് താഴോട്ടാണ്, ആദ്യം കണ്ണിൽ നിന്ന് അത് ഇങ്ങനെ എടുത്ത് വെക്കുന്നു. അത് നല്ല രീതിയിൽ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ അത് ഓപ്പോസിറ്റ് വന്നു, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന രീതിയിൽ കാണുക. അതിനുശേഷം താഴോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൂക്കിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു മണം നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഡ്രമ്മിൻ്റെ മണം എന്താണെങ്കിൽ ടോയ്സിന് പ്രത്യേക മണം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഏത് മണമാണ് വരുന്നത് ആ മണത്തോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം വിഷ്വലൈസ് ചെയ്ത് ഇത് കാണുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. ഇനി എപ്പോഴാണ് ഇത് കാണാൻ പറ്റിയ സമയം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷ്വലൈസേഷൻ ലോ ഓഫ് അട്രാക്ഷൻ വൈകുന്നേര സമയങ്ങളിലും രാത്രിയിലും കാണാം. രാത്രിയിലാണെങ്കിൽ നാളത്തെ സമയം പ്ലസ് അഡീഷണൽ സമയം കൂടെ എടുത്ത് വേണം 48 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ കാര്യം നടക്കുമെന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഈ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നിടുക. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നിട്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത്. ഫസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാത്തവരിലും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കും ഏറ്റവും കൂടുതൽ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ടും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ മറക്കരുത്, ഇന്ന് തന്നെ മണി ഏണിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ആയിരിക്കുക. ഇടയ്ക്ക് വന്ന് ഓരോ ക്ലാസ്സുകൾ കയറി കാണുന്നതിനേക്കാളും നല്ലത് ഇന്ന് തൊട്ടുള്ള ക്ലാസ് ആണെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം തൊട്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലെ മെറ്റീരിയൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലാസ്, വാട്ടർ, അതുപോലെ തന്നെ ഒരു ബുക്ക് വേണം, ഗ്രീൻ പെന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ അപ്പോൾ ഇന്ന് മറക്കരുത്, എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ ഭയങ്കര ഫോക്കസ് ചെയ്ത് ഇരിക്കുക. നല്ലൊരു പ്ലേസിൽ ഇരുന്ന് വീഡിയോ കേൾക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അഫോമേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഫോമേഷൻസ് അറിഞ്ഞുകൂടാ, സബ്മിറ്റൽ അറിഞ്ഞുകൂടാ, ഹീലിംഗ് അറിയത്തില്ല, ലെറ്റിൻ ഗോ മെത്തേഡ് അറിയില്ല. അപ്പോൾ ഈ മെത്തേഡൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതിയാകും. അതുകൂടാതെ ബാക്കി ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ അത് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും, ഒന്നെങ്കിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു നോക്കുക. വരും 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് മുന്നിൽ നടക്കണമെങ്കിൽ ഏറ്റവും വർക്കൗട്ട് ആവുന്ന, ഏറ്റവും വൈബ്രേഷൻ നൽകുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒന്നാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു നമ്മൾ മൈൽ സ്റ്റോൺ എന്ന് പറയത്തില്ല, ആ മൈൽ സ്റ്റോൺ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ.